നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിബാലും, കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയും, കാസർഗോഡ് നിന്ന് അരുൺ പാറക്കലുമാണ് ചേരുന്നത്. ആദ്യം മനീഷ് മഹിബാലിലേക്കാണ്. മനീഷ്, പല ജില്ലകളിലും ഇന്ന് മുന്നറിയിപ്പ്, വിവിധ അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പൊതുവായി നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ? ക്രിസ്റ്റീന, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒടുവിലായി പുറപ്പെടുവിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് കേരള തീരത്ത് ഏറ്റവും കൂടുതൽ മഴയേക്കാൾ കൂടുതൽ കേരള തീരത്താണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. കേരള, കർണാടക, ഒപ്പം തന്നെ ലക്ഷദ്വീപ് തീരങ്ങളിലുള്ള തീരദേശവാസികളും മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളും നിലവിൽ തുടരുന്ന നിയന്ത്രണം തന്നെ ഏർപ്പെടുത്തുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വെള്ളിയാഴ്ചയോടെ തന്നെ മഴയുടെ തീവ്രത കുറയാനുള്ള സാധ്യതയുണ്ട്. ന്യൂനമർദ്ദം പക്ഷേ പലയിടങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും പടിഞ്ഞാറൻ ബംഗ്ലാദേശിന് മുകളിലും പശ്ചിമ ബംഗാളിൻ്റെ മുകളിൽ പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അത് ശക്തി പ്രാപിച്ചാൽ ഒരു പക്ഷേ അടുത്ത ആഴ്ചയും മഴ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ശക്തമായി തുടരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തെക്കൻ ഗുജറാത്തിലുണ്ടായിരുന്ന ഈ ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി രൂപപ്പെട്ട് ശക്തി പ്രാപിച്ച് വരുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ അത് മാറിപ്പോകാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നും നാളെയും അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയും 8 ജില്ലകളിൽ മുന്നറിയിപ്പും, അതായത് അലർട്ടുകൾ അടക്കമുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ വെള്ളിയാഴ്ചയോടുകൂടി മഴയ്ക്ക് ശമനം ഉണ്ടാകും. ഈ രീതിയിൽ ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി രൂപപ്പെട്ട് കേരള തീരത്തേക്ക് അല്ലെങ്കിൽ കേരളത്തിന് മുകളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അത് മാറിപ്പോകാനുള്ള സാധ്യത കൂടി പരിഗണിച്ചാണ് വെള്ളിയാഴ്ചയോടുകൂടി മഴയുടെ ശക്തി കുറയുമെന്നുള്ളൊരു അറിയിപ്പ് കൂടി നൽകുന്നത്. എന്താണെങ്കിലും തീരദേശത്ത് വലിയ ജാഗ്രത തുടരണം. കാരണം ശക്തമായ തിരമാലകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പല ജില്ലകളിലും മഴ മാറിയിട്ടുണ്ടെങ്കിലും തീരദേശത്ത് വലിയ രീതിയിലുള്ള കടൽക്ഷോഭമുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ 2 ദിവസമായി മഴ മാറി നിൽക്കുകയാണെങ്കിലും ഈ തീരദേശത്ത് വലിയ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ആളുകൾക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റ് ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ, മറ്റ് 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ആ രീതിയിൽ മഴ മുന്നറിയിപ്പുകൾ ഏറ്റവും അവസാനമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് പങ്കുവയ്ക്കുന്നത് ഈ വിവരങ്ങളാണ്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, മനീഷ് മഹിബാലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയ. തിരുവനന്തപുരത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് അരുൺ, 2 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട്. അതിൽ ഒന്ന് കണ്ണൂരാണ്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയിൽ വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ്, കണ്ണൂരിൽ ഇന്നും ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ മലയോര, നഗര, തീരദേശ വ്യത്യാസമില്ലാതെ അതിശക്തമായ മഴ പെയ്യുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറി വലിയ ദുരിതം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി മുതൽ മഴക്കൽപ്പം ശമനമുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി കുറഞ്ഞു വന്നിരുന്നു. രാത്രിയോടെ വിവിധയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മഴ കാര്യമായി പെയ്തിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇന്ന് രാവിലെയും ഇന്ന് പുലർച്ചെ മുതലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇടവിട്ട സമയങ്ങളിൽ നേരിയ മഴ മാത്രമാണ് നിലവിൽ ജില്ലയിൽ ഇപ്പോൾ പെയ്യുന്നത്. പക്ഷേ നമ്മൾ അന്തരീക്ഷം പരിശോധിക്കുമ്പോൾ മേഘാവൃതമായി തന്നെയാണ് അന്തരീക്ഷമുള്ളത്. അതുകൊണ്ട് കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ജില്ലയിലെ വിവിധ പുഴകൾ കരകവിഞ്ഞൊഴുകിയിരുന്നു. മിക്ക പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തീരപ്രദേശത്തുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈ പയ്യന്നൂർ മേഖലയിലൊക്കെ പെരുമ്പാപ്പുഴ കരകവിഞ്ഞ് അവിടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുകയും തീരപ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിൽ പോലും ഈ പുഴകളിലൊന്നും ജലനിരപ്പ് കാര്യമായി കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ചെറുപുഴയിലെ കാര്യങ്കോട് പുഴ, ഇരിട്ടി പുഴയിലൊക്കെ ഇപ്പോഴും നല്ല ജലനിരപ്പുണ്ട്. അത് കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം കൊട്ടിയൂർ ഉത്സവത്തിന് ദർശനത്തിനെത്തിയ നേരത്തെ 2 യുവാക്കളെ കാണാതായിരുന്നു.
ആ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരുന്നു ബാവലി പുഴയിൽ. അതിൽ ഒരു യുവാവിൻ്റെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാന്തിൻ്റെ മൃതദേഹം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് കണ്ടെത്താൻ സാധിച്ചത്. രണ്ടാമത്തെ ആൾ, അതായത് രണ്ടാമത്തെ യുവാവായിട്ടുള്ള കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള അഭിജിത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ രാത്രി ഉൾപ്പെടെ തെരച്ചിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അവിടെയും ഈ ശക്തമായ കുത്തൊലിപ്പാണ്. ആ പുഴയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് ആ ജലനിരപ്പും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒഴുക്ക് ആ പുഴയിലുണ്ട്, അടിയൊഴുക്ക് ഉൾപ്പെടെയുണ്ട്. അത് തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 8 മണിയോടെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ മറ്റ് കാര്യമായ നാശനഷ്ടങ്ങളോ മഴക്കെടുതികളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പലയിടങ്ങളിലും ആ വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി അരുൺ പാറക്കിലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. എങ്ങനെയാണ് അവിടുത്തെ മഴയുടെ അവസ്ഥ? ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇടവിട്ടുള്ള അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഉച്ച മുതൽ തന്നെ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഇന്നലെ രാത്രിയൊന്നും അധികം മഴ പെയ്തിട്ട് ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുവെന്ന് വേണം പറയാം. പക്ഷേ ജില്ലയിലെ പല നദികളും കരകവിഞ്ഞ് ഒഴുകുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളം ഇപ്പോഴും പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ജില്ലയിലുടനീളം 6ഓളം പ്രത്യേകിച്ച് വെള്ളരിക്കുണ്ട്, ഹോസ്ദുർഗ് താലൂക്കുകളിലായി 6ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തുടങ്ങിയത് ചെറുവത്തൂർ ആണ്. ചെറുവത്തൂർ കുളങ്ങാട് മലയിൽ ഇന്നലെ വിള്ളൽ കണ്ടെത്തിയിരുന്നു. അവിടെയുള്ള അംബേദ്കർ ഉന്നതിയിലെ 30 കുടുംബങ്ങളെ സമീപത്തെ സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നീലേശ്വരത്തൊരു 2 ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. വെള്ളരിക്കുണ്ട് താലൂക്കിൽ 2 ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 6ഓളം ക്യാമ്പുകൾ ജില്ലയിലുടനീളം തുടങ്ങിയിട്ടുണ്ട്. ഈ ആളുകളെയൊക്കെ തിരികെ എത്തണമെങ്കിൽ അവർക്ക് ചിലയിടങ്ങളിലൊക്കെ മണ്ണിടിച്ചിൽ ഭീഷണിയാണ്. ഈ നീലേശ്വരം പ്രദേശത്തെ തേജസ്വിനി പുഴ കരകവിഞ്ഞതോടുകൂടി ഉണ്ടായ വെള്ളം, വീടുകളിലൊക്കെ വെള്ളം കയറിയതാണ് അവരുടെ പ്രശ്നം. ആ നീലേശ്വരം തേജസ്വിനി പുഴയിലെ വെള്ളം ഇറങ്ങുന്നതേ ഉള്ളൂ. അവർക്ക് ഇനിയും 2-3 ദിവസങ്ങൾ കൂടി ക്യാമ്പിൽ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഉപ്പള ഭാഗത്തും അതുപോലെ തന്നെ ഉപ്പള പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ആ പ്രദേശത്തും ഈ വെള്ളം കയറുന്നൊരു പ്രശ്നമുണ്ട്. മധുവാഹിനി പുഴയും കരകവിഞ്ഞൊഴുകുക. അങ്ങനെ തീരദേശ മേഖലയിൽ പുഴകൾ കരകവിഞ്ഞൊഴുകുന്നത് വലിയ പ്രശ്നമായി തന്നെ മാറുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം 1-2 ദിവസങ്ങൾക്കകം ഈ മഴ കുറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതാ മഴ വീണ്ടും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, അരുൺ പാറയ്ക്കലാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും രാവിലെ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നുവെന്നാണ് അരുൺ പാറയ്ക്കൽ അറിയിച്ചത്. പശ്ചിമേഷ്യയെ അശാന്തമാക്കി ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമാകുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇരു രാജ്യങ്ങളും ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ടെലവീവ് ഉൾപ്പെടെ ലക്ഷ്യമിട്ട് മിസൈൽ വർഷം ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് തടയാനായില്ലെന്ന് ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അവകാശപ്പെട്ടു. ടെഹ്റാൻ ലക്ഷ്യമിട്ട് പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. സയനിസ്റ്റ് ഭീകരതയോട് ദയയില്ലെന്നും തക്ക മറുപടി നൽകും എന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ മുന്നറിയിപ്പ്. ഖമനയി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നറിയാമെന്നും എന്നാൽ വധിക്കാൻ നിലവിൽ പദ്ധതിയില്ല എന്നുമായിരുന്നു ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. രഞ്ജു മത്തായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം രഞ്ജു മത്തായിലേക്കാണ്. രഞ്ജു, ഈ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണല്ലോ, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജു. ഉന്മേഷ്, ക്രിസ്റ്റീന, 6ാം ദിവസവും പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. കനത്ത മിസൈൽ ആക്രമണം ഇരു രാജ്യങ്ങളും നടത്തുകയാണ്. ഇറാനും ഇസ്രയേലും യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ലാതെ ആക്രമണം തുടരുകയാണ്. ഇന്നലെ അർദ്ധരാത്രി അതായത് ഇസ്രയേലിലെയും ഇറാനിലെയും ഇന്നലെ അർദ്ധരാത്രി സമയത്ത് വലിയ ആക്രമണം നടന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വലിയ മിസൈൽ വർഷം സംഭവിച്ചു. ടെല്ലവീവിനെ ലക്ഷ്യമിട്ട് 2 റൗണ്ടുകളിലായി 60ഓളം മിസൈലുകൾ വർഷിച്ചു എന്നുള്ളതാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇത് വലിയ നാശനഷ്ടമുണ്ടാക്കിയെന്നും അയൺ ഡോമുകൾക്ക് ഇസ്രയേലിൻ്റെ അയൺ ഡോമുകൾക്ക് ഈ മിസൈലുകളെ തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇറാൻ അവകാശപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് രാവിലെ കാണുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്
ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു, അവരുടെ ആണവ നിലയം ആക്രമിക്കുന്നു, അതോടൊപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം ഇറാന്റെ ഏറ്റവും ശക്തമായ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇസ്രയേൽ അല്പസമയം മുമ്പ് ഒരു മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. തെഹ്റാനിലെ ഡിസ്ട്രിക്ട് 18 എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എല്ലാ ആളുകളും ഒഴിഞ്ഞു പോകണം, അവിടെ ഞങ്ങൾ അതിശക്തമായ ആക്രമണം നടത്തും എന്നുള്ളതാണ് ഇസ്രയേൽ നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ഇറാനും ഇതേ ഹൈഫ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഹൈഫ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്, ഇറാന്റെ മിസൈലുകൾ പതിച്ച ഹൈഫ നഗരത്തിലേക്കും ആക്രമണങ്ങൾ കടുപ്പിക്കും, ജീവൻ രക്ഷാ മാർഗങ്ങൾ തേടണമെന്നും ഇസ്രയേൽ പൗരന്മാരോട് നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിരൂക്ഷമായ സംഘർഷം തുടരുകയാണ്. ഇന്നലെ വലിയ വാക്പോർ കണ്ടതാണ്. അമേരിക്കയുടെ പോർ വിമാനങ്ങൾ പശ്ചിമേഷ്യയെ ലക്ഷ്യമിട്ട് നീങ്ങുന്നു. കൂടുതൽ ആയുധ നീക്കം, കൂടുതൽ സേനാ നീക്കങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയത്തുള്ള ഖൊമേനി അദ്ദേഹം ഒളിവിലാണെന്ന് ഇസ്രയേൽ അടക്കമുള്ള ഇവർ പറയുന്നുണ്ട്. എന്നാൽ പോലും ആയത്തുള്ള ഖൊമേനി ട്വിറ്ററിൽ സമൂഹ മാധ്യമങ്ങൾ സജീവമാണ്. ഇസ്രയേലിന് അതിശക്തമായ മറുപടി നൽകുമെന്നാണ് ആയത്തുള്ള ഖൊമേനി കുറച്ചു മുമ്പ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഉന്മേഷ് രഞ്ജുവത്തായാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടി ചേരുകയാണ്. മധു, ഗുഡ് ഈവനിംഗ്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ F-16, F-22, F-35 ഒക്കെ മധ്യപൂർവ്വ ഏഷ്യയിലേക്ക് മാറുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇസ്രയേൽ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനായി ആവശ്യപ്പെട്ടെന്ന് പറയുന്നു. ഒരു ദിവസം വെട്ടിക്കുറച്ച് G7 സമ്മേളനത്തിൽ നിന്ന് ട്രംപ് മാറുകയും ചെയ്തു. എന്താണ് അമേരിക്കയുടെ നിലപാട് ഈ സമയത്ത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ കാനഡയിലെ സുപ്രധാനമായ G7 ഉച്ചകോടിയിൽ നിന്ന് രണ്ടാം ദിവസം ഡൊണാൾഡ് ട്രംപ് വിട്ടുനിൽക്കുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം അടിയന്തരമായിട്ട് വാഷിംഗ്ടണിൽ തിരിച്ചെത്തുകയും ഈ വൈറ്റ് ഹൗസിൽ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 90 മിനിറ്റോളം ഈ കൂടിക്കാഴ്ച നീണ്ടുപോയി. ഇതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നിലവിലെ സ്ഥിതിഗതികൾ ട്രംപ് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തുകൊണ്ടോ വൈറ്റ് ഹൗസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം നേരത്തെ രഞ്ജു സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഇസ്രായേലിലേക്ക് ഇറാൻ ഏകദേശം 10 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെ ഒരു പാർപ്പിട സമുച്ചയത്തിൽ മിസൈൽ നേരിട്ട് ഇടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വളരെ പ്രകോപനപരമായ പ്രസ്താവനകളാണ് ഇന്ന് വന്നിരിക്കുന്നത്. ദേശീയ സുരക്ഷാ ഏജൻസി യോഗത്തിന് ശേഷമാണ് ഈ പ്രസ്താവനകൾ വന്നിരിക്കുന്നത്. ഇറാന്റെ നിരുപാധിക കീഴടങ്ങലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയുടെ ഒളിത്താവളം തനിക്ക് അറിയാമെന്നും തൽക്കാലം അദ്ദേഹത്തെ ഒന്നും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ട്രംപ് പറയുന്നു. അതുപോലെ ഇറാന്റെ വ്യോമമേഖല പൂർണ്ണമായിട്ടും നിയന്ത്രണം ഇപ്പോൾ നമുക്കുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. മറ്റൊരർത്ഥത്തിൽ ട്രംപ് ഈ നമുക്കുണ്ട് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ യുദ്ധശ്രമങ്ങളുമായിട്ട് അമേരിക്കയെ അലൈൻ ചെയ്യിപ്പിക്കുകയാണ് എന്ന് തോന്നുന്ന ഒരു പ്രസ്താവനയായിരുന്നു ഇത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഒരു വിലപേശലിനുള്ള മാനസികാവസ്ഥ തനിക്ക് ഇല്ലെന്നും അതുപോലെ വെടിനിർത്തലിനൊക്കെ അപ്പുറമുള്ള ഒരു അവസാനത്തിനാണ് താൻ താല്പര്യപ്പെടുന്നതെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതേസമയം ഒരു വശത്ത് അമേരിക്ക യുദ്ധത്തിൽ പങ്കുചേർന്നാൽ മിഡിൽ ഈസ്റ്റിലെ US സൈനിക താവളങ്ങളിൽ വളരെ ശക്തമായ തിരിച്ചടി നടത്തുവാൻ ഇറാൻ മിസൈലുകളും മറ്റ് സൈനിക സന്നാഹങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു ഇന്റലിജൻസ് ബ്രീഫിംഗും അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായതോടെ ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ തുടരുന്നു. ടെഹ്റാനിൽ നിന്ന് അർമേനിയയിലെത്തിച്ച ആദ്യ ബാച്ച് വിദ്യാർത്ഥികളെ ഇന്ന് ഡൽഹിയിലെത്തിക്കും. 110 വിദ്യാർത്ഥികളാണ് അതിർത്തി വഴി അർമേനിയയിലെത്തിയത്. ഇറാനിൽ കുടുങ്ങിയ കൂടുതൽ വിദ്യാർത്ഥികളെ അയൽ രാജ്യത്തേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, എങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികളെ വിലയിരുത്തുന്നത്? ഒപ്പം ഈ ഒഴിപ്പിക്കൽ നടപടി എങ്ങനെയാണ് അച്യുതൻ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ഈ സാഹചര്യങ്ങൾ, ഇറാൻ ഇസ്രായേൽ സംഘർഷം, അതിൻ്റെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായതോടുകൂടിയാണ് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഈ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിക്കുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 10,000-ഓളം ഇന്ത്യൻ പൗരന്മാർ ഇറാനിലുണ്ട് എന്നുള്ളതാണ്. അതിൽ 6,000-ഓളം വിദ്യാർത്ഥികളാണ്. ഇതിൽ 600-ഓളം പേർ ഈ ടെഹ്റാനിൽ ഉള്ള വിദ്യാർത്ഥികളാണ് എന്നൊരു കണക്ക് പുറത്തു വരുന്നുണ്ട്. അതിൽ നിന്ന് ഏതാണ്ട് 110 വിദ്യാർത്ഥികളെയാണ് ഇന്നലെ
ഉർമിയയിലുള്ള ഏതാണ്ട് 110 വിദ്യാർത്ഥികളെയാണ് സുരക്ഷിതമായി അർമേനിയയിലേക്ക് എത്തിച്ചത് എന്ന് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഈ വിദ്യാർത്ഥികളെ ഇന്ന് ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ മറ്റു വിവരങ്ങൾ വരുന്ന മണിക്കൂറിലായിരിക്കും വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുക. ഇന്നലെ അവരെ സുരക്ഷിതമായി അർമേനിയയിൽ എത്തിച്ചു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നു. മറ്റൊന്ന്, നിലവിൽ ഇപ്പോഴും ഇന്ത്യൻ എംബസി വിദ്യാർത്ഥികളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ നിലവിലെ ഓരോ ഘട്ടമനുസരിച്ചായിരിക്കും ഇവരെ മടക്കിക്കൊണ്ടുവരിക. കാരണം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വലിയൊരു ആശങ്ക വിദേശകാര്യമന്ത്രിയോട് പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് നിലവിൽ ഇത്തരമൊരു ഒഴിപ്പിക്കൽ. ഏതാണ്ട് ഇന്നലെ 110 വിദ്യാർത്ഥികളിൽ അതിൽ 60ഓളം വിദ്യാർത്ഥികൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ് എന്നാണ് ഇന്നലെ പുറത്തു വന്ന വിവരം. അപ്പോൾ എന്തായാലും കൂടുതൽ വിദ്യാർത്ഥികൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ്. അങ്ങനെ ആ ഒരു നടപടികൾ പുരോഗമിക്കുന്നു. ഇസ്രായേലാണെങ്കിൽ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത് ടെല്ലവീവിൽ അവരുടെ ഇന്ത്യൻ എംബസിയുമായി ഇന്ത്യൻ പൗരന്മാർ ബന്ധപ്പെടണം എന്നുള്ള കാര്യമാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ മുറയ്ക്കായിരിക്കും മറ്റൊഴിപ്പിക്കൽ നടപടികളിലേക്ക് കൂടി കടക്കുക. ഉന്മേഷ്, ക്രിസ്റ്റിന. അച്യുതൻ തുടരുക. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നുവെന്ന വാർത്തയും വരുന്നുണ്ട്. പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. അച്യുതൻ, കുറെ നാളുകളായിട്ട് ഇൻഡോ കനേഡിയൻ ബന്ധം വഷളായിരിക്കുകയാണ്. നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ജസ്റ്റിൻ ട്രൂഡോയിൽ നിന്ന് മാർക്ക് കാർണിയിലേക്ക് എത്തുമ്പോൾ ആ ബന്ധം മെച്ചപ്പെടുന്നു എന്ന സൂചനകളാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും കൃഷ്ണ, ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്തുണ്ടായ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം ഏറ്റവും കൂടുതൽ വഷളായ കാലഘട്ടമായിരുന്നു അത്. അതായത് പരസ്പരം ഇരു രാജ്യങ്ങളും നയതന്ത്ര തലത്തിൽ പല നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഹൈക്കമ്മീഷണർമാരെ പുറത്താക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെല്ലാം ശേഷം ഇപ്പോൾ ആ ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. ഈ G7 ഉച്ചകോടിയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രിയും തമ്മിൽ ചില ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി അറിയിച്ചിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാണ് ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നു. അതിലൊന്ന്, പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് പതിവ് നയതന്ത്ര സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനും ഈ ഉഭയകക്ഷി ചർച്ചയിലൂടെ ധാരണയിലെത്തി. നിർണായക തീരുമാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ വ്യാപാരം, മറ്റ് വിഭവങ്ങളുടെ പ്രയോജനപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി ചർച്ചകൾ ഉടൻ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കടക്കും എന്നാണ് ഈ ഉഭയകക്ഷി ചർച്ചയിലൂടെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്ന തരത്തിലേക്കാണ് നിലവിലെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ആർ അച്യുതനാണ്. ഇൻഡോ കനേഡിയൻ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നു. നോക്കാം ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. ഇറാനിൽ ആക്രമണം തുടർന്ന ഇസ്രായേൽ വടക്കൻ ടെഹ്റാൻ മേഖലയിൽ മിസൈൽ ആക്രമണം. ഇസ്ഹാൻ നഗരത്തിലെ ആക്രമണത്തിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം നടന്നത്. ഇസ്രയേലിലെ ആണവ കേന്ദ്രത്തിന് സമീപം വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. ദക്ഷിണ ഇസ്രയേലിലെ ദിമോന നഗരത്തിൽ അപായ സൈറനുകൾ മുഴങ്ങി. ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ പ്രയോഗിച്ചതെന്ന് ഇസ്രായേൽ. ഇറാനിൽ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. ടെഹ്റാനുമായി നയതന്ത്രം പുനരാരംഭിക്കുന്നതിൽ ട്രംപിന് നിർണായക പങ്കുണ്ടെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ ഇറാൻ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഖത്തറുമായി ആശയവിനിമയം നടത്തി തുർക്കി. ബെഞ്ചമിൻ നെതന്യാഹുവിന് കീഴിലുള്ള ഇസ്രയേൽ മേഖലയ്ക്ക് കടുത്ത ഭീഷണിയാണെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ. ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ അടുത്ത ഘട്ടം പ്രഖ്യാപിച്ച ഇറാൻ ഓപ്പറേഷൻ ഓണസ്റ്റ് പ്രോമിസ് 3യുടെ 10ാം ഘട്ടം ആരംഭിച്ചെന്ന് ഇറാൻ ദേശീയ ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഹയർ സെക്കൻഡറി 1ാം വർഷ ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. +1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വരവേൽപ്പ് എന്ന പേരിൽ നടക്കുന്ന പ്രവേശനോത്സവം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും.
ആദ്യ 3 അലോട്ട്മെന്റുകൾ പൂർത്തീകരിച്ച് ഏകദേശം 3,40,000 വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷം പ്രവേശനം നേടിയത്. പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായി സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടികളും ആരംഭിച്ചു. ഒന്നാം വർഷ പ്രവേശനത്തിനോടൊപ്പം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പേരിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സ് സമരത്തിന്റെ 129 ദിവസമാണ് ഇന്ന്. സമരയാത്രയുടെ സമാപനവും മഹാറാലിയും ഇന്ന് നടക്കും. മിനിമം വേതനത്തിനു വേണ്ടിയുള്ള ആശമാരുടെ പോരാട്ടത്തിന്റെ അലയൊലി ഇതിനകം രാജ്യമൊട്ടാകെ എത്തിക്കഴിഞ്ഞു. 4 മാസക്കാലം സെക്രട്ടേറിയറ്റിനു മുന്നിൽ മഴയും വെയിലും കൊണ്ട ദുരിതങ്ങളുടെ കഥ കൂടിയുണ്ട് സമരത്തിന് പിന്നിൽ. സമീപകാല കേരളം കണ്ട സഹന സമരത്തിന്റെ സാക്ഷ്യമാണ് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ നീതിക്കായി മുറവിളി കൂട്ടുന്ന ഒരു കൂട്ടം സ്ത്രീകൾ. നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കണ്ട, ഒരാളെയും ഭയപ്പെടുത്താൻ നോക്കണ്ട. ഇവിടെ ഇരിക്കുന്ന ഈ 10 ദിവസം കൊണ്ട് വെയിൽ കൊണ്ട് കരിഞ്ഞ് കഞ്ഞി മാത്രം കുടിച്ചിരിക്കുന്ന ഞങ്ങളിൽ ഒരാൾക്കെങ്കിലും ആവേശം കുറഞ്ഞിട്ടുണ്ടോ? തൊണ്ട പൊട്ടി മുദ്രാവാക്യം മുഴക്കിയും പട്ടിണി കിടന്നും മഴയിൽ കുതിർന്നും വെയിലിൽ തളർന്നുമൊക്കെ സമരചരിത്രത്തിലെ കനലായി കത്തുകയാണവർ. പഴിയും പരിഹാസവും ആവർത്തിക്കുമ്പോഴും സമരപാതയിൽ കാലുറച്ചു നിൽക്കുകയാണവർ. രാത്രിയിൽ വളരെ ശക്തമായിട്ടുള്ള മഴയും കാറ്റും എല്ലാം വരികയും അന്ന് നമുക്ക് ഇവിടെ ഒരു പന്തലിടാനൊന്നും അവർ അനുവദിച്ചിരുന്നില്ല. മഴ പെയ്തപ്പോൾ ഒരു ടാർപോളിൻ എടുത്ത് പിടിച്ചപ്പോഴാണ് പോലീസ് രാത്രിയിൽ 3 മണിക്ക് വന്ന് ആ ടാർപോളിൻ മാറ്റണമെന്ന് പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഇവിടെ അന്തി ഉറങ്ങുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം വളരെ ശക്തമായ മഴയായിരുന്നു. മഴയത്ത് ഞങ്ങൾക്ക് ശരിക്കും ഭയമുണ്ട്. കാരണം ഈ മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില ആശങ്കകളുണ്ട്. അതുപോലെ തന്നെ ശക്തമായ മഴ വരുമ്പോൾ ഈ ടാർപോളിനൊക്കെ പറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ വെളുപ്പാൻ കാലത്തെ ഈ സമയത്ത് വന്നു എന്നിട്ട് പറയുന്നത് ഈ ടാർപ്പ അഴിച്ചു മാറ്റേ എടുത്തുകൊണ്ട് ദുരിതം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ വീടും കുടുംബവും വിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയ ആശമാരുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവരും രോഗപീഠകളാൽ അവശതയിൽ കഴിയുന്നവരുമുണ്ട്. നിരവധിയായ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ധാരാളം പ്രശ്നങ്ങൾ, വീട്ടിലുള്ള ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, വീട്ടിൽ ബെഡിൽ കിടക്കുന്ന പേരൻസ് ഉള്ളവരുണ്ട്, ഹസ്ബൻഡുമാർ വയ്യാതെ ഉള്ള ആളുകളുണ്ട്, അങ്ങനെ മക്കൾക്ക് വയ്യാത്ത ആളുകളുണ്ട്, സഹോദരങ്ങൾക്ക് വയ്യാതെ നോക്കുന്ന ആശമാരുണ്ട്. അപ്പം ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ, ശാരീരികവും മാനസികവും ഭൗതികവുമായ നിരവധി പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സമരത്തിൽ ആശമാർ നിലകൊള്ളുന്നത്. മുടിമുറിക്കൽ സമരം, മഹാസംഗമം, പൗരസംഗമം, നിയമസഭാ മാർച്ച്, ഉപരോധം, അങ്ങനെ ഒട്ടനവധി സമര പരമ്പരകൾക്കാണ് ഇതുവരെ തലസ്ഥാന നഗരം സാക്ഷിയായത്. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ കാസർഗോഡ് നിന്ന് ആരംഭിച്ച രാപ്പകൽ സമരയാത്ര ഇന്ന് സമാപിക്കുമ്പോൾ നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് ആശമാരും സമരസമിതിയും. തിരുവനന്തപുരം. എക്സ് ഒഫീഷ്യോ സെക്രട്ടറിമാരായി നിയമിതരാകുന്ന വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് വകുപ്പ് സെക്രട്ടറിയുടെ അധികാരങ്ങൾ നൽകുന്ന തീരുമാനത്തിനെതിരെ IAS അസോസിയേഷൻ. റൂൾസ് ഓഫ് ബിസിനസ് ഭേദഗതി വരുത്തിയത് വിശദമായി ചർച്ച ചെയ്യാൻ അസോസിയേഷൻ യോഗം ചേരും.
അതിനു മുന്നോടിയായി ഭേദഗതി ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയ ഫയലുകൾ ശേഖരിക്കാൻ ധാരണയായി. സർക്കാർ എങ്ങനെയാണ് തീരുമാനത്തിലേക്ക് എത്തിയത് എന്നും എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നും മനസ്സിലാക്കുന്നതിനാണ് ഫയൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. എക്സ് ഒഫീഷ്യോ സെക്രട്ടറിമാരായി നിയമിക്കപ്പെടുന്നവർക്ക് വകുപ്പ് സെക്രട്ടറിമാരുടെ അധികാരം നൽകുന്നതിനെതിരെ നിയമ നടപടിയും IAS അസോസിയേഷന്റെ ആലോചനയിലുണ്ട്. കൊട്ടാരക്കരയിൽ MC റോഡും പുലമൺ തോടും സ്വകാര്യ വ്യക്തി കയ്യേറിയെന്ന പരാതിയിൽ നടപടികൾ തുടങ്ങി. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് നടപടി. അതേസമയം സ്ഥലത്തെത്തിയ താലൂക്ക് സർവേയർ അളവ് നടപടികൾ പൂർത്തീകരിക്കാതെ മടങ്ങിയത് പ്രതിഷേധത്തിനിടയാക്കി. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന്റെ പ്രധാന കാരണം പ്രദേശത്തെ കയ്യേറ്റങ്ങളാണെന്ന ആക്ഷേപം കാലങ്ങളായുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജനകീയ സമരസമിതി രൂപീകരിച്ച കൊട്ടാരക്കരയിലെ ഒരു വിഭാഗം നിയമപോരാട്ടവും നടത്തിവരികയാണ്. ഇതിനിടെയാണ് സ്വകാര്യ വ്യക്തി MC റോഡ് കയ്യേറി ഗേറ്റ് സ്ഥാപിച്ചെന്ന് കാണിച്ച് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കുഞ്ഞുമോൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. സർവേ നിയമപ്രകാരം ഒരു സർക്കാർ ഭൂമിയുള്ള സ്ഥലത്ത് സ്വകാര്യ ഭൂമി ഉണ്ടെങ്കിൽ സർക്കാർ ഭൂമി ആദ്യം അളന്നു തിരിക്കണം. അളന്നു തിരിച്ചാൽ സർക്കാർ ഭൂമിയാണോ കയ്യേറ്റിയതെന്നുള്ളത് അന്നേരം വ്യക്തമല്ലേ. നടപടി എടുത്തിട്ട് ഇതിന് വർഷങ്ങളായിട്ട് ഞാൻ 16 വർഷമായിട്ട് പഴയ കൊല്ലഞ്ചങ്കോട്ട് കയ്യേറിയതിന് ഇദ്ദേഹമായിട്ട് തന്നെ ഈ ഷിബു അതിനനുസരിച്ച് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുക. പരാതിയുടെ അടിസ്ഥാനത്തിൽ KSCB അധികൃതർ ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങി. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കത്ത് നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ സർവേയർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ അതിർത്തി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ കല്ലിടും. പുറമ്പോക്ക് ഏരിയയിൽ എവിടെങ്കിലും ആരെങ്കിലും കയ്യേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നോട്ടീസ് കൊടുത്ത് ഒഴിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അവർ സ്വമേധയാ ഒഴിവാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കേണ്ടി വരും. അതേസമയം രേഖകളിലടക്കം കയ്യേറ്റം വ്യക്തമായിട്ടും താലൂക്ക് സർവേയർ സാങ്കേതികത നിരത്തി അളവ് നടപടികൾ പൂർത്തീകരിക്കാതെ മടങ്ങിയെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇതേ വ്യക്തി തന്നെ കൊല്ലം ചെങ്കോട്ട റോഡിന്റെ ഭാഗങ്ങൾ കയ്യേറിയതായുള്ള പരാതികളിലും നിയമപോരാട്ടം തുടരുകയാണ്. 24 കൊട്ടാരക്കര. ഇനി നോക്കാം ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൌഡിയ ഷെയ്ൻബോം. G7 ഉച്ചകോടിക്ക് എത്തിയപ്പോഴാണ് ഇരു നേതാക്കളും സൗഹൃദ സംഭാഷണം നടത്തിയത്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റുമായും നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. മുംബൈ നഗരത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് നഗരത്തിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹി മെഡിക്കൽ കൌൺസിലിനെ പിരിച്ചുവിടാനുള്ള ശുപാർശ അംഗീകരിച്ച് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ. പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിരിച്ചുവിടാൻ ഡൽഹി സർക്കാർ ശുപാർശ നൽകിയത്. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ബന്ദ് പ്രഖ്യാപിച്ച CPI മാവോയിസ്റ്റ് ഓപ്പറേഷൻ കഗാർ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇരു സംസ്ഥാനങ്ങളിലും സുരക്ഷ ശക്തമാക്കി. താൻ ബീഹാർ മുഖ്യമന്ത്രിയായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നെന്ന് RJD നേതാവ് തേജസ്വി യാദവ്. നിതീഷ് കുമാറിന്റെ കയ്യിൽ സംസ്ഥാന ഭരണം സുരക്ഷിതമല്ലെന്നും കുറ്റപ്പെടുത്തി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നും തേജസ്വി അവകാശപ്പെട്ടു. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ആവേശകരമായ കുട്ടിക്കലാശത്തിന് പിന്നാലെ ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ നാൾ വ്യക്തിഗത വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. സുഹൈൽ മുഹമ്മദാണ് വിശദാംശങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നത്. സുഹൈൽ, ഗുഡ് മോർണിംഗ്. ഗംഭീരമായ ഒരു കുട്ടിക്കലാശം കഴിഞ്ഞു. ഇനിയിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. എങ്ങനെയായിരിക്കും സ്ഥാനാർത്ഥികളുടെ പ്രചാരണം? ഒപ്പം തന്നെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും നടക്കുമല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. ഈ പറഞ്ഞതുപോലെ നല്ല ശക്തമായൊരു മഴ പെയ്തിട്ട് ചോർന്നൊലിച്ചതുപോലെയാണ് ഇന്ന് നിലമ്പൂരുള്ളത്. ആകെ മൊത്തം ഒരു നിശബ്ദതയാണ്. അന്തരീക്ഷം അത്തരത്തിൽ തന്നെ മൗനമായി തന്നെ പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സമയമാകുമ്പോഴേക്കും ഒരു കൂട്ടം നേതാക്കൾ, പ്രവർത്തകർ, മൈക്ക് അനൗൺസ്മെന്റുകൾ, അങ്ങനെ വളരെ അങ്ങേയറ്റം സജീവമായ നിലമ്പൂര് ഇന്ന് നിശബ്ദതയിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ കൊലാശക്കൊട്ട് കഴിഞ്ഞാൽ മണ്ഡലത്തിന് പുറത്തുള്ള നേതാക്കൾക്ക് തിരികെ പോകണം. അതായത് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ അവരുടെ സ്ഥാനാർത്ഥികളും ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനുള്ള വോട്ടർമാർ മാത്രമായി അവരുടെ ലോകത്തേക്ക് നിലമ്പൂർ ചുരുങ്ങിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ നിശബ്ദ പ്രചരണത്തിന്റെ ദിനമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട്, അതായത് ശബ്ദകോലാഹലങ്ങളൊന്നുമില്ല, പരമാവധി വ്യക്തിഗത വോട്ടുകൾ ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം. രാവിലെ തന്നെ അവർ അവരുടേതായ പോക്കറ്റുകളിൽ അവരുടേതായ ആളുകളെ കാണാൻ വേണ്ടി അവർ പോകുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ മുന്നണി സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്കറിയുന്ന പോലെ തന്നെ ഈ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഇറാൻ ഇസ്രായേൽ യുദ്ധം മുതൽ അങ്ങനെ സകല വിഷയങ്ങളും, കേരള വിഷയങ്ങൾ, അന്തർദേശീയ വിഷയങ്ങൾ, ദേശീയ വിഷയങ്ങൾ, ഒപ്പം മണ്ഡലത്തിലെ വിഷയങ്ങളും ചർച്ചയായ എല്ലാ പ്രശ്നങ്ങളും ചർച്ചയായ
തുടർച്ചയായ ഒരു പ്രചാരണ ദിവസങ്ങളാണ് കഴിഞ്ഞ 21 ദിവസങ്ങളായി കടന്നുപോയത്. അതിന്റെ പരിസമാപ്തിയായി ഇന്നലെ കലാശക്കൊട്ടിൽ ആ മുന്നണികളൊക്കെ എത്രത്തോളം അധ്വാനം എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ആർക്കും വ്യക്തമായിരുന്നു. അങ്ങനെ വലിയ കോലാഹലങ്ങൾ നടത്തിയ പ്രചാരണത്തിന്റെ ആവേശത്തിന് കലാശക്കൊട്ടിലുള്ള പരിസമാപ്തിയായി ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ദിനമാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കുക. അതേപോലെ തന്നെ ഏറ്റവും ഇതിനനുസരിച്ച് നാളെ ജനങ്ങൾ അവരുടെ ഹിതം രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ സർക്കാരിന്റെയും സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇന്നാണ് പോളിംഗ് മെഷീനുകളുടെ അടക്കം വിതരണം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത്. വലിയ സുരക്ഷാ വിന്യാസവും മണ്ഡലത്തിൽ ഇന്നുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്. സുഹേൽ മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഫിഫ ക്ലബ് ലോകകപ്പിൽ വമ്പന്മാർ എന്ന കളത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും കരുത്തരായ റയൽ മാഡ്രിഡും ഇന്റർ മിലാനുമെല്ലാം ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിനിറങ്ങും. അഞ്ച് തവണ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഫിഫ ക്ലബ്ബ് ലോകകപ്പുകൾ എന്ന റെക്കോർഡ്. പുതിയ ഫോർമാറ്റിലെത്തുന്ന ക്ലബ്ബ് ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ആർക്കും മാറ്റിയെഴുതാനാവാത്ത റെക്കോർഡും സ്വന്തമാക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ലോസ് ബ്ലാങ്കോസ്. കാർലോ ആഞ്ചലോട്ടിയെ മാറ്റി സാബി അലോൺസിയെ പരിശീലകനാക്കിയായിരുന്നു ടീമിലെ പൊളിച്ചെഴുത്തിന്റെ തുടക്കം. കിലിയൻ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും ഉൾപ്പെടെ താരത്തിളക്കത്തിന് ഒട്ടും കുറവില്ലാത്ത നിരയിലേക്ക് ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിനെയും ഡീൻ ഹ്യൂസിനെയും എത്തിച്ച ഗലാറ്റിക്കോസ് വികസിപ്പിച്ചു. ആദ്യ മത്സരത്തിൽ സൗദി വമ്പന്മാരായ അൽ ഹിലാലാണ് റയലിന്റെ എതിരാളികൾ. യാസിൻ ബോണോയും റൂബൻ നെവസും യാവോ കാൻസലോയും അലക്സാണ്ടർ മിത്രോവിച്ചും ഉൾപ്പെടുന്ന അൽ ഹിലാൽ റയലിന് വൻ വെല്ലുവിളിയാകുമെന്നുറപ്പ്. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി രാത്രി 9:30 മൊറോക്കൻ ക്ലബ്ബ് വദാദ് കസബ്ലാങ്കയെ നേരിടും. കഴിഞ്ഞ സീസണിൽ ഒറ്റക്കപ്പും നേടാനാവാത്ത പെപ് ഗാർഡിയോളയ്ക്കും സംഘത്തിനും ഫിഫ ക്ലബ്ബ് ലോകകപ്പ് നിർണായകം. ഇന്റർ മിലാൻ മോൺട്രി FC മത്സരം വൈകിട്ട് 6:30. സ്പോർട്സ് ഡെസ്ക് 24. വ്യവസായ ലോകത്ത് ഹവായി ഗ്രൂപ്പിന്റെ പുത്തൻ ചുവടുവെപ്പ്. സ്റ്റീൽ ഡോറുകളുടെ വിപുലമായ ഉത്പാദനം സംസ്ഥാനത്ത് നടത്താനാണ് പദ്ധതി. കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മിഷൻ 2030 പ്രൊജക്ട് എന്ന വിശദമായ മാർഗരേഖ പ്രഖ്യാപിച്ചു. മിഷൻ 2030ന്റെ ലോഗോയും ചലച്ചിത്ര താരം റഹ്മാൻ അംബാസിഡർ ആകുന്ന കമ്പനിയുടെ പരസ്യചിത്രവും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രകാശനം ചെയ്തു. ഇന്ത്യൻ സ്റ്റീൽ ഡോർ വ്യവസായത്തിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിച്ച ഹവായി ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി പി ഈ മേഖലയിൽ വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വ്യക്തമാക്കി. നിലവിൽ ദക്ഷിണേന്ത്യയിൽ 30ഓളം ഷോറൂമുകൾ ഹവായി ഗ്രൂപ്പിനുണ്ട്. ഫ്രാഞ്ചൈസികളിലൂടെ ഷോറൂമുകൾ വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി. കേരള കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാനെത്തിയ ആദ്യ ആൺകുട്ടി എന്ന നേട്ടവുമായി എറണാകുളം പിറവം സ്വദേശി ഡാനിയൽ എൽദോ ജോയ്. കലാപഠനത്തിലുള്ള ലിംഗവിവേചനം എടുത്തുമാറ്റിയതിനു ശേഷം ആദ്യമായാണ് നൃത്തവിഭാഗത്തിൽ ഒരു ആൺകുട്ടി പ്രവേശനം നേടുന്നത്. ഓസ്ട്രേലിയൻ പൗരത്വമുള്ള എറണാകുളം പിറവം സ്വദേശി എൽദോ ഹണി ദമ്പതികളുടെ മകനാണ് ഡാനിയൽ. ഭരതനാട്യം ഹ്രസ്വകാല കോഴ്സിനാണ് ഡാനിയൽ പ്രവേശനം നേടിയത്. RLV രാമകൃഷ്ണൻ ശിക്ഷണത്തിലാണ് പഠനം. ഒരു ചടങ്ങിലെ അതിഥിയായി ഓസ്ട്രേലിയയിലെത്തിയ രാമകൃഷ്ണനോട് കലാമണ്ഡലത്തിൽ ചേരണമെന്ന ആഗ്രഹം ഇവർ പങ്കുവച്ചിരുന്നു. പിന്നാലെയാണ് വിദ്യാർത്ഥിയായി ഇവിടേക്കുള്ള വരവ്. എനിക്ക് ആദ്യം ഈ യൂണിവേഴ്സിറ്റീനെ ഭയങ്കര താങ്ക് ചെയ്യണം, എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. So I live in Perth, Australia. We had a show where Marsh came and then he performed. It was really admirable to see and watch. It had like a really heartful touch. ഒരു നർത്തകനാവാനാണ് ഏറ്റവും വലിയ മോഹം ഡാനിയലിൻ്റെ. ഞാൻ ഈ അടുത്ത ഓസ്ട്രേലിയൻ പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ നൃത്ത പരിപാടി കാണാൻ വരികയും അന്ന് അവിടുത്തെ നൃത്ത പരിപാടിയിൽ ഒരു ചെറിയൊരു ഐറ്റം അന്ന് പഠിക്കുകയും ചെയ്തിരുന്നു. ബേസിക്കലി ഡാനിയൽ നേരത്തെ നൃത്തം പഠിച്ചിട്ടുണ്ട്. പുരുഷ നർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നതിന്. ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ മാഷ് പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് ഈ പ്രായത്തിലൊരു കുട്ടി എനിക്ക് ഷോർട്ട് കോഴ്സ് ഇവിടെ ചേർന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് എടുക്കണം. കോവിഡ് കാലത്താണ് ഡാനിയൽ നൃത്തം അഭ്യസിച്ച് തുടങ്ങിയത്. 6ാം ക്ലാസ്സിൽ ഓസ്ട്രേലിയയിലെ ഗിഫ്റ്റ് ഓഫ് ടാലന്റ് പരീക്ഷ വിജയിച്ച ഡാനിയൽ കലാപഠനമാണ് തിരഞ്ഞെടുത്തത്.
കലാമണ്ഡലത്തിൽ നിന്ന് പുരുഷ നർത്തകരെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ചാരിതാർത്ഥ്യത്തിലാണ് ഗുരുക്കന്മാർ. 24 തൃശൂർ. ഇനി ചില അറിയിപ്പുകൾ. +1 സ്പോർട്സ് ക്വാട്ടയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്നും സ്കോർ കാർഡ് നേടാൻ കഴിയാത്തവർക്ക് ഇന്നു മുതൽ 20 വരെ അതത് ജില്ലാ സ്പോർട്സ് കൗൺസിലുകളുമായി ബന്ധപ്പെട്ട് സ്കോർ കാർഡ് നേടാം. സ്പോർട്സ് ക്വാട്ട പ്രവേശനത്തിനായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാത്തവർക്കും പുതുതായി സ്കോർ കാർഡ് നേടുന്നവർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ ഓൺലൈനായി അപേക്ഷ നൽകാം. 2025-26 അധ്യയന വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനത്തിന്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെന്റും പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർക്ക് വെബ്സൈറ്റിൽ അലോട്ട്മെന്റ് പരിശോധിക്കാം. +1 ക്ലാസുകൾ ഇന്ന് തുടങ്ങും. പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ആദ്യ 3 അലോട്ട്മെന്റുകൾ പൂർത്തീകരിച്ച് ഏകദേശം 3,40,000 വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷം പ്രവേശനം നേടിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരാൻ സാധ്യത. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ താമരക്കുളം പഞ്ചായത്തിൽ ഇന്ന് BJP ഹർത്താൽ. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഹർത്താൽ. താമരക്കുളത്തെ പന്നിക്കണി മരണത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരത്തിന് 129ാം ദിവസമാണിന്ന്. സമരയാത്രയുടെ സമാപനവും മഹാറാലിയും ഇന്ന് നടക്കും. മിനിമം വേതനത്തിന് വേണ്ടിയാണ് ആശമാർ സമരം ആരംഭിച്ചത്. മനീഷ് മെഹിബാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഒരു വിഭാഗം ആശാവർക്കേഴ്സ് നടത്തിവന്ന സമരമാണല്ലോ. ഇന്ന് അതിന്റെ സമാപന സമ്മേളനം, റാലിയൊക്കെ നടക്കുന്നുണ്ട്. ഈ സമരം ഇനിയും തുടരും സെക്രട്ടേറിയറ്റ് മുന്നിൽ എന്നുകൂടിയാണോ അവർ പറയുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ്? മിനിമം വേതനം, ഒപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ആശാ വർക്കർമാരുടെ അസോസിയേഷൻ സംഘടന സമരം ആരംഭിച്ച് 130ാമത്തെ ദിവസമാണ്. ഒപ്പം തന്നെ അവരുടെ രാപ്പകൽ സമരത്തിൻ്റെ സമരയാത്രയുടെ 45ാമത്തെ ദിവസം തന്നെ ഒരു മഹാറാലിയും ഇന്ന് പണിമുടക്ക് നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ NHMനെ 5-ാം തീയതി, ഈ മാസം 5-ാം തീയതി ഇന്ന് പണിമുടക്കുകയാണെന്ന് കാണിച്ച് അവർ കത്തും നൽകിയിരുന്നു. പക്ഷേ സർക്കാർ നിലവിൽ NHMന്റെ ഒരു പരിശീലന ക്ലാസ് ഇന്ന് രാവിലെ 10:30 മുതൽ 12:30 വരെ, അതായത് 14 ജില്ലകളിലെയും ആശാ വർക്കർമാർ ഓരോ മണിക്കൂർ വീതം 2 സെക്ഷനായി വെച്ചുകൊണ്ട് 10:30 മുതൽ 11:30 വരെയും 11:30 മുതൽ 12:30 വരെയും 14 ജില്ലകളിലെയും ആശാ വർക്കർമാർ ഈ ഓൺലൈൻ പരിശീലനത്തിൽ പങ്കെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഇന്നലെയാണ് ഓൺലൈൻ തന്നെ പങ്കെടുക്കണം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് ഈ സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ NHMന്റെ ഈ ഒരു ഓൺലൈൻ ക്ലാസ് നേരത്തെ മാർച്ച് മാസവും ഈ രീതിയിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു ഉപരോധം സംഘടിപ്പിച്ച ദിവസം ഈ രീതിയിൽ ഒരു ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ പരിശീലനം സംഘടിപ്പിച്ചിട്ട്, പക്ഷേ അതിനോട് അത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല. അതുപോലെ തന്നെ സർക്കാർ ഈ സമരം തകർക്കാനുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചതെന്നാണ് ഇവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ അതിന് മുഖവിലേക്ക് എടുക്കുകയില്ല. ഇന്ന് രാവിലെ 10:30ക്കാണ് PMGയിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഈ മഹാറാലിയും മഹാസംഘവും നടക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് അത് ഉദ്ഘാടനം ചെയ്യുക. 10 മണിക്ക് അത് ആരംഭിച്ച് 11:30 തന്നെ സമാപിക്കുന്ന തരത്തിലുള്ള വലിയ പരിപാടിയാണ്, മഹാറാലിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സർക്കാർ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള നടപടി എന്നുള്ള വലിയ ആരോപണം. എന്താണെങ്കിലും ഈ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ട് പോകും. ഈ പറയുന്ന സമരയാത്രയുടെ മാത്രമാണ് സമാപനം. ഈ നീതി ലഭിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ആശാ വർക്കർമാരുടെ സംഘടന. ശരി, ആശാ വർക്കേഴ്സിന്റെ സമരം അത് രാപകൽ സമരയാത്രയായി നടന്നു വരികയായിരുന്നു. അതിന്റെ സമാപനമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ചാരുമൂട് താമരക്കുളത്ത് പന്നിക്കിണിയിൽപ്പെട്ട് മരിച്ച കർഷകൻ ശിവൻകുട്ടി കെ പിള്ളയുടെ സംസ്കാരം ഇന്ന്. മരണത്തിന് കാരണം അധികൃതരുടെ വീഴ്ചയെന്നാരോപിച്ച് BJP പഞ്ചായത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സുജിത്ത്, വലിയ പ്രതിഷേധം ഉണ്ടായ ഒരു വിഷയമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിത്ത്?
ഉന്മേഷ്, ക്രിസ്റ്റീന, 16-ാം തീയതിയാണ് ശിവൻകുട്ടി കെ പിള്ള വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ വെച്ചിരുന്ന പന്നിക്കെണിയിൽ, വൈദ്യുത പന്നിക്കെണിയിൽ പെട്ട മരിച്ചത്. സമീപവാസിയുടെ പറമ്പിൽ വെച്ചിരുന്ന കൃഷിയിടത്തിലായിരുന്നു ഈ ദാരുണാന്ത്യം ഉണ്ടായത്. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ രംഗത്തെത്തിയിരുന്നു. കൂടാതെ നാട്ടിൽ ശക്തമായ പ്രതിഷേധമാണ് ഇതിൽ ഉയർന്നത്. ഒരു കുടുംബത്തിൻ്റെ പ്രധാന അത്താണിയായിരുന്നു ശിവൻകുട്ടി കെ പിള്ള. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ തളർന്നു കിടക്കുകയാണ്. അതുപോലെ തന്നെ മകളുടെ വിവാഹം കഴിഞ്ഞു. അപ്പം ഇവരുടെ കുടുംബത്തിലെ ചികിത്സാ സഹായവും മറ്റ് ഏക ആശ്രയം ഈ ശിവൻകുട്ടി കെ പിള്ളയുടെ കൃഷിയിൽ നിന്നുള്ള വരുമാനമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ഈ വൈദ്യുത കെണിയിൽപ്പെട്ട ശിവൻകുട്ടി കെ പിള്ള മരിച്ചത്. അതോടുകൂടിയാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് CPM-ഉം അതുപോലെ BJP-യും ഒക്കെ തന്നെ സ്ഥലത്ത് പ്രതിഷേധം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം ആദ്യ ദിവസം തന്നെ BJP ഈ സംഭവത്തിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പഞ്ചായത്ത് പടിക്കലേക്ക് CPM-ഉം പ്രതിഷേധ മാർച്ച് നടത്തി. അതിനു പിന്നാലെയാണ് ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ദിവസം BJP ഹർത്താൽ, താമരക്കുളം പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഹർത്താൽ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ഇന്ന് ഉച്ചയ്ക്ക് 11 മണിയോടുകൂടിയാകും, രാവിലെ 11 മണിയോടുകൂടിയാകും ശിവൻകുട്ടി കെ പിള്ളയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. 10:30 MLA അടക്കം വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും MLA വീട്ടിലെത്താത്തതിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം BJP ഉന്നയിക്കുന്നുമുണ്ട്. ഏതായാലും ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കും. കൂടാതെ വൈകിട്ട് വലിയ പ്രതിഷേധ റാലിയും ഇന്ന് BJP ആഹ്വാനം നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ക്രിസ്റ്റീന, സുജിത്ത്, ഈ പ്രതിപക്ഷ പാർട്ടികൾ അവരുടേതായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പ്രതിഷേധം നടത്തുന്നു. കുടുംബത്തിന്റെ പ്രതികരണം എന്താണ്? ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം? ഈ കുടുംബം ഈ വിഷയം ആരംഭിച്ച ആദ്യം മുതൽ തന്നെ ഇവർ പറയുന്നത് ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ പ്രധാന ആവശ്യം. കാരണം ഈ സംഭവത്തിൽ ഈ ഇത്തരത്തിൽ അനധികൃതമായി വൈദ്യുത വേലി സ്ഥാപിച്ച് ഈ വൈദ്യുത വേലി സ്ഥാപിച്ചതിലൂടെയാണ് ഇദ്ദേഹത്തിന് ഷോക്കേറ്റ് തന്നെയാണ് മരണം എന്ന് കുടുംബം പറയുമ്പോഴും ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ, മിനിറ്റുകൾക്കകം തന്നെ എന്ന് പറയാം, അവിടെ ഉണ്ടായിരുന്ന ഈ തെളിവുകളൊക്കെ തന്നെ മാറ്റിയ ഒരു സാഹചര്യമുണ്ട്. KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുമ്പോൾ യാതൊരു തരത്തിലുള്ള തെളിവുകളും അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് ഈ സമീപത്തുള്ള ഈ പ്രതിയായിട്ടുള്ള ജോൺസൺ എന്ന് പറയുന്ന ആളുടെ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീട്ടിൽ നിന്നുമാണ് വൈദ്യുതി എടുത്തിരുന്നത്. എന്നാൽ അവർ ഉദ്യോഗസ്ഥരൊക്കെ എത്തുമ്പോഴേക്കും ഈ തെളിവുകളൊക്കെ തന്നെ നശിപ്പിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നരഹത്യ വകുപ്പ് ചുമത്തിയാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഇലക്ട്രിസിറ്റി ആക്ട് ഉൾപ്പെടെ ചുമത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളതെങ്കിലും ഈ വകുപ്പുകളൊന്നും തന്നെ ചുമത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ BJP ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് 25 ലക്ഷം രൂപ അടിയന്തരമായി ധനസഹായം നൽകുക, ഒപ്പം തന്നെ കുടുംബത്തിൽ ഈ ശിവൻകുട്ടി കെ പിള്ളയുടെ ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകുക. കൂടാതെ ഈ വിഷയത്തിൽ പഞ്ചായത്തിലെ ഈ ഇത്തരത്തിൽ പന്നിക്കണിയിൽപ്പെട്ട് മരണമടയുന്ന നിരവധി കർഷകരുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ പന്നികളെ തുരത്തുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് BJP ഉന്നയിക്കുന്നത്. ഈ ആവശ്യങ്ങളൊക്കെ തന്നെയാണ്, ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് ജനങ്ങളും ഈ പ്രദേശത്തുള്ളവരും ആവശ്യപ്പെടുന്നത്. കാരണം ഈ പഞ്ചായത്തിൻ്റെ സമീപ പഞ്ചായത്തുകളിലും ഒക്കെയായി ഏതാണ്ട് 4 പേരാണ് ക്രിസ്റ്റീന, ഉന്മേഷ് ഇപ്പോൾ ഈ പന്നിക്കണിയിൽ മരണമടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു തുടർ സംഭവമായി മാറുന്ന സാഹചര്യത്തിൽ ഇതിന് അടിയന്തരമായി തടയിടണം എന്നുള്ളതാണ് ഈ പഞ്ചായത്തിലെ ഓരോ ആളുകളും ആവശ്യപ്പെടുന്നത്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, സുജിത് സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടയിലും മേഖലയിലെ എണ്ണ പ്രകൃതിവാതക കയറ്റുമതി സാധാരണ നിലയിൽ നടക്കുന്നുണ്ടെന്നും സംഘർഷം ഉടൻ അവസാനിച്ചില്ലെങ്കിൽ സമുദ്ര ഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമണം ലക്ഷ്യമാക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും ഖത്തർ വിദേശകാര്യ വക്താവും പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവുമായ ഡോക്ടർ മജീദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമണ ലക്ഷ്യമാക്കുന്നത് അത്യപൂർവ സംഭവമാണെന്നും ആഗോള ഊർജ്ജ വിപണിയെയും മേഖലയുടെ സുരക്ഷയെയും ഇത് പ്രതികൂലമായി വലിയ തരത്തിൽ ബാധിക്കുമെന്നും ഇന്ന് ദോഹയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പറഞ്ഞു. 7 വർഷത്തിനു ശേഷം ആദ്യമായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ സംഘർഷം രൂപപ്പെട്ടത്. മേഖലയിലെ പല രാജ്യങ്ങളും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ ഒരു കരാറിലെത്തുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണച്ചിരുന്നുവെന്നും
പ്രവചിക്കാൻ കഴിയാത്ത ഒരു വലിയ യുദ്ധത്തിൽ നിന്ന് മേഖലയെ സംരക്ഷിക്കാൻ അമേരിക്ക, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി, മറ്റ് അന്താരാഷ്ട്ര ഏജൻസികൾ എന്നിവയുൾപ്പെടെ എല്ലാ വിഭാഗങ്ങളുമായി ചേർന്ന് ആശയവിനിമയം തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ കക്ഷികളും സംഘർഷം ലഘൂകരിക്കാൻ പ്രവർത്തിക്കുമ്പോൾ ഒരു കക്ഷി മാത്രം സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുത്താനും സ്ഥിതി കൂടുതൽ വഷളാക്കാനും ശ്രമിക്കുന്നതിനാൽ നിലവിലെ സാഹചര്യം സംഘർഷ പരമ്പരയുടെ ഒരു പുതിയ ഘട്ടമായാണ് കണക്കാക്കുന്നതെന്നും ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പറഞ്ഞു. അതേസമയം വെല്ലുവിളികൾ നിറഞ്ഞ ഭീഷണമായ ഈ സാഹചര്യത്തിലും മേഖലയിലെ സമുദ്ര ഗതാഗതം സാധാരണഗതിയിൽ തുടരുന്നുണ്ട്. എന്നാൽ സംഘർഷം ഉടൻ അവസാനിച്ചില്ലെങ്കിൽ സമുദ്ര ഗതാഗതത്തിനും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്ക ഇതുവരെ ഈ സംഘർഷത്തിന്റെ ഭാഗമായിട്ടില്ലെന്നും ഇറാനും അമേരിക്കയ്ക്കുമിടയിലെ മധ്യസ്ഥതയിൽ ഖത്തറിന് വലിയ പങ്കാളിത്തമുണ്ടെന്നും അത് നല്ല നിലയിൽ തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിസന്ധി നയതന്ത്ര തലത്തിൽ പരിഹരിക്കാൻ അമേരിക്ക ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വിശ്വാസമെന്നും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ തുടർന്നും പ്രവർത്തിക്കുമെന്നും ഡോക്ടർ മാജിദ് അൽ അൻസാരി കൂട്ടിച്ചേർത്തു. അൻവർ പാലേരി, 24 ദോഹ. ഇസ്രായേൽ ഇറാൻ സംഘർഷ പശ്ചാത്തലത്തിൽ അടിയന്തര വിമാനത്താവള പ്രതികരണ സംവിധാനം സജീവമാക്കി UAE. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കുന്നതിനായാണ് തീരുമാനം. മേഖലയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളിലൂടെയുള്ള യാത്രക്കാരുടെ സുഗമമായ യാത്ര ഉറപ്പുവരുത്താനായി വിപുലമായ പദ്ധതിയാണ് UAE നടപ്പാക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഫീൽഡ് ടീമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കാനും വിമാനങ്ങളുടെ ഷെഡ്യൂൾ പുനഃക്രമീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട എയർലൈനുകളുമായി ഫീൽഡ് ടീമുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കും. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജോർദാൻ, ലെബനൻ, ഇറാഖ്, ഇറാൻ, ഇസ്രായേൽ, സിറിയ എന്നിങ്ങനെ 6 രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചതായി UAE വിമാന കമ്പനികൾ അറിയിച്ചു. അതിനിടെ താമസ സന്ദർശക വിസ കാലാവധി പിന്നിട്ട് UAE താമസിക്കുന്ന ഇറാൻ പൗരന്മാരുടെ പിഴകൾ ഒഴിവാക്കാൻ UAE പ്രസിഡന്റ് ഉത്തരവിട്ടിട്ടുണ്ട്. സംഘർഷത്തെ തുടർന്ന് യാത്ര സാധ്യമല്ലാത്ത പശ്ചാത്തലത്തിലാണ് നടപടി. 24 ദുബായ്. പത്തനംതിട്ട മെഴുവേലിയിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളില്ലെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. 21-കാരിയുടെ മൊഴികളിൽ അവ്യക്തത എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പെൺകുട്ടിയെയും ബന്ധുക്കളെയും വിശദമായി ചോദ്യം ചെയ്യും. പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ആൺ സുഹൃത്തിന് വേണ്ടിയുള്ള അന്വേഷണം ഇതിനിടെ നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ ചേരുന്നത്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ക്രിസ്റ്റീന, ഉന്മേഷ്, വിഷുവുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന നിലപാടിലാണ് പോലീസ്. കാരണം കഴിഞ്ഞ ദിവസം പെൺകുട്ടി പോലീസിന് ചില മൊഴികൾ നൽകിയിരുന്നു. താൻ തന്നെയാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ പൊക്കിൾ കൊടി അറുത്തുകൊണ്ട് ശുചിമുറിക്കടുത്ത് കൊണ്ടുപോയത്. അവിടെ നിന്ന് ചേമ്പലയിൽ പൊതിഞ്ഞ് അടുത്ത വീട്ടിലെ പറമ്പിൽ ഉപേക്ഷിച്ചും താൻ തന്നെ എന്ന മൊഴിയാണ് പെൺകുട്ടി നൽകിയത്. എന്നാൽ പോലീസിന് ഈ മൊഴികളിൽ വിശ്വാസ്യതയില്ല. കാരണം ഒരു വീട്ടിൽ കുടുംബമായി താമസിക്കുന്ന പെൺകുട്ടി എങ്ങനെ ആരും അറിയാതെ ഇത്തരത്തിൽ പ്രസവം നടത്തി കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നൊരു ചോദ്യം പോലീസിന് മുമ്പിലുണ്ട്. ഒപ്പം തന്നെ പല ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്തപ്പോഴും പലതരത്തിലുള്ള മറുപടിയാണ് ഈ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. ഇതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഇതിൽ പോലീസ് കൂടുതൽ നടപടികൾ എടുക്കുക. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് കൊലപാതകമാണോ അതോ കുട്ടി പ്രസവത്തിൽ സ്വാഭാവികമായി മരിച്ചതാണോ എന്ന് അറിയാനുണ്ട്. അത് അറിഞ്ഞതിന് ശേഷമായിരിക്കും പോലീസ് വകുപ്പുകൾ മാറ്റി ഇതിൽ വിശദമായൊരു അന്വേഷണത്തിലേക്ക് എന്തായാലും കടക്കുക. കഴിഞ്ഞ ദിവസം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഇൻക്വസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ മറ്റു തരത്തിലുള്ള മുറിവുകളില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നതായാലും കോന്നി മെഡിക്കൽ കോളേജിൽ വെച്ച ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായാലും പൂർത്തിയാക്കും. ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിനു ശേഷമായിരിക്കും പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തി ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുക. എന്തായാലും കുടുംബാംഗങ്ങളെയും പോലീസ് ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടി പ്രസവിച്ച വിവരം തങ്ങൾക്കും അറിയില്ല എന്നാണ് ബന്ധുക്കളും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇക്കാര്യത്തിലെല്ലാം തന്നെ വലിയ ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ പെൺകുട്ടിയുടെ 21-കാരിയുടെ വീടിന് സമീപത്തെ പറമ്പിൽ ഇത്തരത്തിൽ 2 ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശുവിൻ്റെ മൃതദേഹം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വിശദമായ അന്വേഷണം ഈ വിഷയത്തിലുണ്ട്. ഒപ്പം തന്നെ പെൺകുട്ടി പറഞ്ഞ മൊഴി നൽകിയ ആൺസുഹൃത്തിനെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസിന്റെ ആലോചന. ഇത്തരത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. വലിയ ദുരൂഹതയാണ്. ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വീണ്ടും ചോദിക്കുന്ന ഒരു സാഹചര്യം. മനസാക്ഷി തന്നെ വലിയ തോതിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ ഈ മെഴുവേലിൽ നിന്ന് പുറത്തു വന്നത്. എന്തായാലും അതിൽ പോലീസ് വിശദമായ ഒരു അന്വേഷണം നിലവിൽ നടത്തുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. ഉന്മേഷ്, ക്രിസ്റ്റീന.
ജയശങ്കർ, ഒരു പെൺകുട്ടി ഗർഭിണിയാകുക, അവൾക്ക് വരുന്ന ശാരീരിക മാറ്റങ്ങൾ അത് കുടുംബം അറിയുന്നില്ല എന്ന് പറയുക, അതിലൊരു അസ്വാഭാവികതയില്ലേ? ഈ കുടുംബമാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഇവരൊക്കെ ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു മൊഴിയാണ് നൽകുന്നത്? അവരുടെ മൊഴിയെടുപ്പ് എപ്പോഴാണ് ഉണ്ടാവുക? അതായത് ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം തന്നെ പ്രാഥമികമായി പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെയും പെൺകുട്ടിയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. തിരുവനന്തപുരത്തെ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിലവിൽ മുന്നോട്ട് നീക്കുന്നത്. അവരോടൊക്കെ തന്നെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്ന വിവരം അറിയില്ല, പ്രസവിച്ച വിവരം അറിയില്ല എന്നൊരു മൊഴിയാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ നൽകിയിരിക്കുന്നത്. ഈ അമ്മയും അച്ഛനും അമ്മൂമ്മയും ഉൾപ്പെടെ അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഇത്രയും പേരുള്ള കുടുംബത്തിൽ എങ്ങനെ ഈ പെൺകുട്ടി ഗർഭിണിയായത് തിരിച്ചറിഞ്ഞില്ല എന്നത് വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയും സമാനമായ മൊഴിയാണ് നൽകിയത്. ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ആർക്കും പങ്കില്ല, താൻ തന്നെയാണ് ഈ കുഞ്ഞിനെ വായപൊത്തി ശുചിമുറിയിൽ കൊണ്ടുപോയത്, അതിനുശേഷം ചെമ്പിലയിൽ കൊണ്ടുപോയി അപ്പുറത്തെ പറമ്പിൽ വെച്ചതും താൻ തന്നെ, എല്ലാം ചെയ്തത് ഞാൻ തന്നെ എന്നൊരു നിലപാടാണ് ഈ പെൺകുട്ടി എന്തായാലും നിലവിൽ പോലീസിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇതൊരു കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിച്ചാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി വിശദമായൊരു ചോദ്യം ചെയ്യൽ, സമഗ്രമായൊരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിലവിലുണ്ടാകുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ മുത്തശ്ശിയുമായി സംസാരിച്ചിരുന്നു. അവർ നമ്മോട് പറഞ്ഞത് ഇങ്ങനെ ഈ സംഭവം അറിയില്ല, രാവിലെ അസുഖമാണെന്ന് പറഞ്ഞാണ് ആശുപത്രിയിലേക്ക് പോയതെന്നാണ്. നമുക്കെല്ലാം അറിയാം, ഒരു പെൺകുട്ടി ഇല്ലെങ്കിൽ ഒരു സ്ത്രീ ഇത്തരത്തിൽ ഗർഭിണിയാകുമ്പോൾ അതിൻ്റെ ശാരീരിക മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാകും. അത് പുറത്തുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പോലും വീട്ടിലുള്ളവർക്ക് ആ മാറ്റങ്ങൾ, ആ പ്രശ്നങ്ങൾ അറിയാം. രണ്ട്, ഈ ഒരു കുട്ടി ഒരു വീട്ടിൽ ജന്മമെടുക്കുമ്പോൾ, ഒരു പെൺകുട്ടി പ്രസവിക്കുന്ന ഘട്ടത്തിൽ ഇതെങ്ങനെ ആരും അറിയാതെ ഈ പ്രസവം നടന്നു. കാരണം ഈ പെൺകുട്ടിക്ക് ഈ സമയത്ത് പ്രസവവേദന ഉൾപ്പെടെ ഉണ്ടാവും, അതിൻ്റെ ശബ്ദം ഉണ്ടാവും. അങ്ങനെ അത്തരം ഒരുപാട് ചോദ്യങ്ങൾ അവിടെയുണ്ട്. അതിനെല്ലാം തന്നെ ഉത്തരം പോലീസ് എന്തായാലും കണ്ടെത്തും. അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞാൽ, കണ്ടെത്തിയാൽ ഡോക്ടറുടെ കൂടി മൊഴി പരിഗണിച്ച ശേഷം FIR കുറച്ച് കടുപ്പിക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. അത്തരത്തിൽ നടപടികളുണ്ട്. എന്തായാലും നിലവിൽ ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു. 21-കാരിയാണ്, അവിവാഹിതയാണ്, കാമുകനാണ്, അല്ലെങ്കിൽ ആൺ സുഹൃത്താണ് ഇത്തരത്തിൽ ഗർഭിണിയാക്കിയെന്നൊരു മൊഴി പോലീസിന് എന്തായാലും നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയിലും ചില പൊരുത്തക്കേടുകളുണ്ട്. ആ പൊരുത്തക്കേടുകളൊക്കെ തന്നെ കൂട്ടിവെക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. നിലവിൽ ഈ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ സാധിച്ചിട്ടില്ല. പക്ഷേ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശേഷം കുടുംബാംഗങ്ങളെയും പെൺകുട്ടിയെയും വിശദമായി ചോദ്യം ചെയ്യും, മൊഴിയിലെ പൊരുത്തക്കേടുകൾ മാറ്റും. എന്തായാലും പോലീസ് കാത്തിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനാണ്. ഇന്നാണ് കോന്നി മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ട് ഈ നവജാത ശിശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക. എന്തായാലും വലിയ ദുരൂഹതയുള്ള സംഭവമാണ്. ഈ പ്രദേശത്തെ ആളുകൾക്ക് പോലും ഈ വിഷയത്തെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നില്ല എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആശാവർക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ പെൺകുട്ടി ഗർഭിണിയായ വിവരം തങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇതിനെക്കുറിച്ച് വിവരം ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്തായാലും ഇത് ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു പ്രസവം വീട്ടിൽ നടന്നത്, ഈ പെൺകുട്ടി എങ്ങനെ ഗർഭിണിയായി വീട്ടുകാരെ അറിയിക്കാതെ ഇത്രയും കാലം നടന്നു, അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയുണ്ട്. ആ കാര്യത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉന്മേഷ, ക്രിസ്റ്റീന. ശരി, പത്തനംതിട്ടയിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ട്. ഇനി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയ ദേവി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന്.